Hi dear friends, in this video lecture we are going to study module 6 from engineering mechanics under KTU syllabus. As we all know, module 6 containing mechanical vibrations, the topic mechanical vibration, and മെക്കാനിക്സിലെ 6 മൊഡ്യൂളിലെ ഏറ്റവും ചെറിയ മൊഡ്യൂളാണ് മൊഡ്യൂൾ 6. ഏറ്റവും ചെറുതാണെങ്കിലും 20% മാർക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ മൊഡ്യൂളിൽ നിന്നാണ് ചോദിക്കുന്നത്. 20% വെയിറ്റേജ് ഓഫ് മാർക്ക്. ഇപ്പോൾ 100 മാർക്കിനാണ് ഇത് എക്സാം എന്നുണ്ടെങ്കിൽ അതിൽ 20 മാർക്സ് വരുന്നത്. 20-25 മാർക്സോളം നമ്മൾ മൊഡ്യൂൾ 6 നിന്ന് വരും. അത് സ്ഥിരമായിട്ട് ഒരേ ടൈപ്പ് പ്രോബ്ലംസും ഒരേ ടൈപ്പ് തിയറി ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ മൊഡ്യൂൾ 6 എക്സാമിന് വേണ്ടി റിവൈസ് ചെയ്യുന്നത് അത്യാവശ്യമാണ്, മൊഡ്യൂൾ 5 പോലെ തന്നെ. അപ്പോൾ നമ്മളുടെ മൊഡ്യൂൾ 6 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട തിയറീസാണ് ടൈപ്സ് ഓഫ് വൈബ്രേഷൻ. ഫ്രീ വൈബ്രേഷനും ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് വൈബ്രേഷൻ സ്ഥിരമായിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നതാണ്. എത്രത്തോളം യൂണിവേഴ്സിറ്റി എക്സാം നടന്നിട്ടുണ്ടോ അത്രയും ടൈമിൽ ടൈപ്സ് ഓഫ് വൈബ്രേഷൻ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് വൈബ്രേഷനാണ് ഫ്രീ വൈബ്രേഷനും ഫോഴ്സ്ഡ് വൈബ്രേഷനും. ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. അടുത്തതുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് വൈബ്രേഷൻ ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. എപ്പോഴും അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ, ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ആൻഡ് ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് വൈബ്രേഷൻ ഉണ്ട്. എപ്പോഴും നമ്മൾ കൺഫ്യൂഷൻ ആവും. ടൈപ്സ് ഓഫ് വൈബ്രേഷൻ ചോദിക്കുമ്പോൾ കുട്ടികൾ ക്ലാസിഫിക്കേഷൻ ഓഫ് വൈബ്രേഷനാണ് എഴുതൽ. അത് എഴുതിയാൽ മാർക്ക് കിട്ടില്ല. ടൈപ്സ് ഓഫ് വൈബ്രേഷൻ ചോദിച്ചാൽ ഫ്രീ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ വിത്ത് എക്സാമ്പിൾ എഴുതണം, എന്നെങ്കിലേ 5 മാർക്ക് കിട്ടുള്ളൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് വൈബ്രേഷൻ ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് മോഷനിൽ സ്പെസിഫൈ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ, ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ആൻഡ് ടോർഷണൽ വൈബ്രേഷൻ ഈ ക്ലാസിഫിക്കേഷൻ എഴുതാൻ പാടുള്ളൂ. അടുത്തത് മൂന്നാമത്തെ തിയറി എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന വൈബ്രേഷൻസിൽ നമുക്ക് സുപരിചിതമായ കുറച്ച് ടേംസിൻ്റെ എക്സ്പ്ലനേഷനാണ്. 2 തവണ ഇതിൻ്റെ ഡെഫിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടേംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്താ? മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. ഫ്രീക്വൻസി എന്താ? ഇറ്റ്സ് എ നമ്പർ ഓഫ് ഒരു ടൈം പീരിയഡിൽ എത്രത്തോളം സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ടൈം പീരിയഡ് എന്താ? 1 കംപ്ലീറ്റ് സൈക്കിളിന് എടുത്തുന്ന ടൈം. സൈക്കിൾ എന്താ? ഒരു ടൈം പീരിയഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റ്. സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ് എന്താ? കെ. ഇങ്ങനെ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് അടുത്തതുള്ളത്. അടുത്തത് പഠിക്കുന്നതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, DOF. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒരു പുതിയ ടോപ്പിക് ആയിരിക്കണം, പക്ഷെ നമുക്കെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, നമ്മൾ കേട്ട് പരിചയമുള്ളതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഒരു ഡെഫിനിഷൻ. പിന്നെ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇങ്ങനെ 5 തിയറി ക്വസ്റ്റ്യൻസേ നമ്മൾ ഈ മൊഡ്യൂൾ 6 നിന്ന് വരുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം എൻജിനീയറിംഗ് മെക്കാനിക്സിലെ 40% തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം നിർബന്ധമാണ്. ബാക്കി 60% മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കുള്ളൂ. ഇപ്പോൾ പ്രോബ്ലംസ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ മാക്സിമം ഈ തിയറി പഠിക്കണം. തിയറി പഠിക്കാൻ ഈസിയാണ്. ഓരോ മൊഡ്യൂളിലും സ്പെസിഫിക് ആയിട്ട് കുറച്ച് തിയറീസ് മാത്രമേ ഉള്ളൂ. ആ തിയറി ബൈ ഹാർട്ട് പഠിച്ചു പോയാൽ എന്തായാലും നമുക്ക് ഈ 40% അക്വയർ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ പ്രോബ്ലംസും കൂടി ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ മൊഡ്യൂളിൽ നിന്ന് ആകെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള 5 ടോപ്പിക്സാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പഠിക്കാം. പിന്നെ ഈ മൊഡ്യൂളിനെ 2 ആക്കി ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് പ്രോബ്ലംസിൻ്റെ ബേസിൽ, ഒന്ന് പ്രോബ്ലംസ് റിലേറ്റഡ് ടു സ്പ്രിങ്ങും മാസ് മോഡൽ, സ്പ്രിങ് മാസ് മോഡൽസിൻ്റെ പ്രോബ്ലംസ്, സ്പ്രിങ് മാസ് മോഡലിൻ്റെ പ്രോബ്ലംസ് ഈ മൊഡ്യൂളിൽ പഠിക്കാണ്ട്. അതേപോലെ പ്രോബ്ലംസ് റിലേറ്റഡ് ടു സിമ്പിൾ ഹാർമോണിക് മോഷൻസിൻ്റെ പ്രോബ്ലംസും സ്പ്രിങ്ങിലുള്ള പ്രോബ്ലംസും, ഇങ്ങനെ 2 ടൈപ്പ് പ്രോബ്ലംസും ഈ 5 ടൈപ്പ് തിയറി ക്വസ്റ്റ്യൻസും മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ വീഡിയോ ലെക്ചറിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ 5 തിയറി ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? ടൈപ്സ് ഓഫ് വൈബ്രേഷൻ. 95% ചാൻസ് ഉണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ. ടൈപ്സ് ഓഫ് വൈബ്രേഷനിൽ ദർ ആർ 2 ടൈപ്സ് ഓഫ് വൈബ്രേഷൻ. ഫസ്റ്റ് വൺ ഫ്രീ വൈബ്രേഷൻ, സെക്കൻഡ് വൺ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫ്രീ വൈബ്രേഷനും ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ ഡെഫിനിഷനൊക്കെ ഈസിയാണ്, പക്ഷേ 5 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടിനും
ഓരോ എക്സാമ്പിൾ വീതം എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് 5 മാർക്ക് കംപ്ലീറ്റ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറും 3 മാർക്സാണ് നിങ്ങൾക്ക് കിട്ടുക. അറിയുന്നൊരു ക്വസ്റ്റ്യന് വെറുതെ 2 മാർക്ക് നമ്മൾ കളയരുത്. അതിന് എക്സാമ്പിൾ എഴുതുന്നത് എപ്പോഴും ഓർത്തിരിക്കുക. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ഏത് തിയറി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ എക്സാമ്പിൾ എഴുതണം, നിർബന്ധമാണ്. ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ ഒരു പെൻഡുലത്തിന് നമ്മൾ ഓസിലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് അസ്യൂം ദിസ് ഇസ് എ പെൻഡുലം ആൻഡ് വി ആർ ഓസിലേറ്റിംഗ് ദിസ് പെൻഡുലം. ഒരു ഇനീഷ്യൽ ഫോഴ്സ് മാത്രം കൊടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ബാക്കിയിലാണ് ഇത് ഓസിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇനീഷ്യലായിട്ടൊരു ഫോഴ്സ് മാത്രം കൊടുത്തു, പിന്നെ ഈ ഓസിലേഷൻ ഫുള്ളും ഫ്രീ ആയിട്ടാണ് ഓസിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുട്ടീനെ ഊഞ്ഞാലാട്ടുന്നത്, അതായത് ആദ്യം ഒന്ന് വന്നു, പിന്നെ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോഴ്സ് കൊടുത്തിട്ട് ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നോക്കാം. ഫ്രീ വൈബ്രേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ കണ്ടിന്യൂസ് ആഫ്റ്റർ ദ കോസ് ഓഫ് ഒറിജിനൽ ഡിസ്റ്റർബൻസ് ഈസ് മൂഡ്. പീരിയോഡിക് മോഷൻ കണ്ടിന്യൂ ചെയ്യും എപ്പോൾ? ഒറിജിനൽ ഡിസ്റ്റർബൻസ് റിമൂവ് ചെയ്തതിന് ശേഷം പീരിയോഡിക് മോഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഫ്രീ വൈബ്രേഷൻ. ആൻഡ് ദ ഫ്രീ വൈബ്രേഷൻ ഓഫ് എ മെക്കാനിക്കൽ സിസ്റ്റം വിൽ ഇവഞ്ച്വലി ഡിക്രീസസ് ബിക്കോസ് ഓഫ് ലോസ് ഓഫ് എനർജി ഫ്രം ദി സിസ്റ്റം. നമുക്കറിയാം, നന്നായിട്ട് ആടുന്നൊരിത് കുറച്ച് നേരം കഴിഞ്ഞാൽ അങ്ങനെ ചെറുതായി വരും. അതായത് അതിൻ്റെ എനർജി കുറഞ്ഞു വരും, ഇവഞ്ച്വലി ഡിക്രീസസ്. അതിനുള്ളൊരു എക്സാമ്പിളാണ് ട്യൂണിംഗ് ഫോർക്ക്, ഓസിലേഷൻ ഓഫ് എ പെൻഡുലം എബൌട്ട് എ വെർട്ടിക്കൽ ഇക്വിലിബ്രിയം പൊസിഷൻ. അടുത്തത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു, പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഫോഴ്സ് കൊടുക്കും. അതായത് വെൻ എ പീരിയോഡിക് ഡിസ്റ്റർബിംഗ് ഫോഴ്സ്, പീരിയോഡിക് ആയിട്ട് ഒരു ഡിസ്റ്റർബിംഗ് ഫോഴ്സ് ആക്ട് ഓൺ എ സിസ്റ്റം, അതിനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുക. അതുപോലെ തന്നെ ഇൻ എ ഫോഴ്സ്ഡ് വൈബ്രേഷൻ സിസ്റ്റം വിൽ വൈബ്രേറ്റ് അറ്റ് എ ഫ്രീക്വൻസി ഓഫ് ദ എക്സിസ്റ്റിംഗ് ഫോഴ്സ് റിഗാർഡ്ലെസ് ഓഫ് ദ ഇനീഷ്യൽ കണ്ടീഷൻ. എന്താണ് അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് ഡിപ്പെൻഡ് ചെയ്യാതെ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് അതെന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ബോഡി ഓഫ് ബസ്സസ് ഓർ മോട്ടോർ സൈക്കിൾ വൈബ്രേറ്റ്സ് വെൻ ഇറ്റ് ഈസ് ട്രാവലിംഗ് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, പർട്ടിക്കുലർ സ്പീഡ്, ഓരോ സ്പീഡിന് അനുസരിച്ച് നമ്മൾ വണ്ടി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് നമ്മൾ ബസ് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളൊക്കെ വൈബ്രേറ്റ് ചെയ്യും. ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഏറ്റവും രണ്ടിൻ്റെ ഡെഫിനിഷൻ എഴുതുക. ഫോഴ്സ്ഡ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ വൈബ്രേഷനാണ് ആഫ്റ്റർ ദ ഒറിജിനൽ പീരിയോഡിക് ഡിസ്റ്റർബിംഗ് ഫോഴ്സ് ഇസ് റിമൂവ്ഡ്. രണ്ടാമത്തേത് ഫോഴ്സ്ഡ് വൈബ്രേഷനാണ് പീരിയോഡിക് ഡിസ്റ്റർബിംഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിസ്റ്റം, അതിനെയാണ് പീരിയോഡിക്. രണ്ടിനും ഓരോ എക്സാമ്പിൾ വീതം എഴുതാം. ഓക്കെ, രണ്ടാമത്തേതാണ് എന്ത്? ക്ലാസിഫിക്കേഷൻ ഓഫ് വൈബ്രേഷൻ ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഓക്കെ, 3 ടൈപ്പിലാണുള്ളത്. ഫസ്റ്റ് വൺ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഈ ഫിഗർ നോക്കുക. ഇതിങ്ങനെ ഒരു ഇലാസ്റ്റിക് മീഡിയ ആണെന്നുണ്ടെങ്കിൽ ഈ വൈബ്രേഷൻ എന്താ? വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്, ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. പാർട്ടിക്കിൾ ഓഫ് എ ഡിസ്ക് അണ്ടർഗോ ടു ആൻഡ് ഫ്രോ മോഷൻ പാരലൽ ടു ദ ആക്സിസ് ഓഫ് ഷാഫ്റ്റ്. ഇതാണ് നമ്മൾ ആക്സിസ് ഓഫ് ഷാഫ്റ്റ്. ഈ ആക്സിസിന് പാരലലായിട്ട് ബാക്കും മുളക്കും മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. അടുത്തതാണ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. നമ്മൾ പെൻഡുലൊക്കെ മൂവ് ചെയ്യുന്ന പോലെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. വെൻ ദ പാർട്ടിക്കിൾ ഓഫ് എ ഡിസ്ക് മൂവിങ് അപ്രോക്സിമേറ്റ്ലി പെർപെൻഡിക്കുലർ, അതായത് ഷാഫ്റ്റ് ഇങ്ങനെയാണ്, ഈ ഷാഫ്റ്റിന് അപ്രോക്സിമേറ്റ്ലി പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനാണ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. ടോർഷണൽ വൈബ്രേഷൻ പറഞ്ഞാൽ റൗണ്ടിൽ കറങ്ങുന്നതിനാണ് ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയാം. ഡിസ്ക് മൂവിങ് അലോങ് എ സർക്കുലർ ആർക്ക്. അപ്പോൾ ഇതിനെ ഫിഗറുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം തിയറി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. ഇപ്പോൾ ഫിഗർ നിങ്ങൾ വരക്കുമ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എഴുതിയത് എന്താണെന്ന് ടീച്ചേഴ്സ് പൊതുവേ ശരിക്കും നോക്കില്ല. ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ ഹെഡിങ് എഴുതിയിട്ട് ഈ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം ഈ കുട്ടി ഒരുവിധം നോണാണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പം മാക്സിമം ഫിഗേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പ്രോബ്ലംസ് ചെയ്യാൻ. അടുത്ത ടോപ്പിക്കാണ് ദ ഡിഫറെൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ വൈബ്രേഷൻ. 1, 2, 3, 4, 5 ഡിഫറെൻറ്റ് ടേംസ് ആണ് നമുക്ക് ഡെഫിനിഷൻ എഴുതാൻ വേണ്ടി ചോദിക്കുക. ഫസ്റ്റ് വണ്ണാണ് പീരിയഡ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ ടൈം പീരിയഡ്. പീരിയഡ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ
ടൈം പീരിയഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടി സഫിക്സ് പി ആണ്. ടൈം പീരിയഡ് അതിൻ്റെ ഡെഫിനിഷനാണ് ഇറ്റ് ഈസ് ദ ടൈം ഇൻ്റർവൽ ആഫ്റ്റർ വിച്ച് ദ മോഷൻ ഈസ് റിപ്പീറ്റഡ് ഇറ്റ് സെൽഫ്. ടൈം പീരിയഡ് ഒരു വൈബ്രേഷൻ എടുക്കുന്ന ടൈമിനെയാണ്, അല്ലെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരിയഡ് പറയാം. നമ്മൾ പ്ലസ് ടുവിൽ വേറെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡെഫിനിഷൻ എഴുതിയാലും ഒരു പ്രോബ്ലം ഇല്ല, കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മതി. ഇതേ ഡെഫിനിഷൻ തന്നെ ഫോളോ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, ടൈം ഇൻ്റർവൽ ആഫ്റ്റർ വിച്ച് ദ മോഷൻ റിപ്പീറ്റഡ് ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ടൈം ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് എഴുതാം. ഇതിൻ്റെ ടൈം പീരിയഡ് നമുക്കറിയാം ടൈമിൻ്റെ യൂണിറ്റ് നമുക്കറിയാം സെക്കൻഡ്സ്. നെക്സ്റ്റ് സൈക്കിൾ. ദ മോഷൻ കംപ്ലീറ്റഡ് ഇൻ വൺ ടൈം പീരിയഡ് ഈസ് കോൾഡ് സൈക്കിൾ. ഒരു ടൈം പീരിയഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്രീക്വൻസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ എഫ് ആണ്. ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് ഹേർട്സ് എന്ന് പറയും. സൈക്കിൾസ് പെർ സെക്കൻഡ് CPS, സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ OPS, ഓസിലേഷൻസ് പെർ സെക്കൻഡ് എന്ന് പറയും. എന്താണെങ്കിലും സെയിം ആണ്. ഇതിൻ്റെ ഡെഫിനിഷൻ ദ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് ഫ്രീക്വൻസി. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഓഫ് എ ഫ്രീ വൈബ്രേഷൻ ഈസ് കോൾഡ് നാച്ചുറൽ ഫ്രീക്വൻസി. നമ്മൾ ഫ്രീ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷനെ കുറിച്ച് പഠിച്ചു. ഫ്രീ വൈബ്രേഷനിലുണ്ടാകുന്ന ഫ്രീക്വൻസിനെ നമുക്ക് എന്ത് വിളിക്കാം, നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വിളിക്കാം. ഒരു അഡീഷണൽ പോയിൻ്റാണ്, വേണമെങ്കിൽ ഇൻക്ലൂഡ് ആക്കിയാൽ മതി. ഫ്രീക്വൻസിയും ടൈം പീരിയഡും തമ്മിലുള്ള ഒരു ഇക്വേഷനാണ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/Tp. ദാറ്റ് ഈസ് ദിസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടൈം പീരിയഡ് കൂടുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഇത് ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്, ഓർത്ത് വെക്കുക. അടുത്തതാണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിന് ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഒരു ബോഡി ഇപ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന, ഓസിലേറ്റ് ചെയ്യുന്ന ഒരു പെൻഡുലാണെന്ന് വിചാരിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഈ ബോഡി ഇതുവരെ എത്തിയാൽ എക്സ് ഡിസ്റ്റൻസാണ്. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ സാധാരണ എക്സ് എന്നുള്ള ടേമിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഡിസ്പ്ലേസ്മെൻറ്റിനെ സാധാരണ ഇപ്പോൾ ഈ ബോഡി ഇവിടെ എത്തിയെന്നുണ്ടെങ്കിൽ ഇത് മീൻ പൊസിഷൻ തൊട്ട് ഇവിടെ വരെ എത്തിയ ഡിസ്റ്റൻസിനെ എക്സ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഈ ബോഡി ഇവിടെ എത്തിയാൽ അത് അടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് വേറെ എക്സ്. ഇങ്ങനെ ഇതിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ്. ഇതും ഒരു എക്സ് ആണ്. എക്സ് മാക്സിമം, എക്സ് മാക്സിനെയാണ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാക്സിമത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ R യൂസ് ചെയ്തിട്ടാണ്. ആംപ്ലിറ്റ്യൂഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് എന്താ, ഇൻ മീറ്റർ. അടുത്തത് സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ്. ഒരു സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് സ്പ്രിങ് ആലോചിക്കാം. ഒന്ന് നമ്മൾ പാനൻ്റെ ഉള്ളിലുണ്ടാവുന്ന റീഫില്ലറിൽ വെക്കുന്ന സ്പ്രിങ്, ഈ സ്പ്രിങ് ആലോചിക്കാം. ഒന്ന് നമ്മൾ ബൈക്കിലൊക്കെ കാണുന്ന ഒരു സ്പ്രിങ് ആലോചിക്കാം. ഏതിനാണ് നമ്മൾ സ്റ്റിഫ്നെസ് കൂടുതലുള്ളത്, അതായത് ഏതിനാണ് പെട്ടെന്ന് ഫോഴ്സ് കൊടുത്താൽ ഇതിനുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, ഇങ്ങനെ ഫോഴ്സ് കൊടുത്താൽ ഏതിനാണ് എക്സ്റ്റൻഷൻ കൂടുതലുണ്ടാവുക, ഈ സ്പ്രിങ്ങിന്. അതായത് ഇതിന് സ്റ്റിഫ്നെസ് കുറവാണ്. ബൈക്കിലുള്ള സ്പ്രിങ്ങിന് എന്താ, സ്റ്റിഫ്നെസ് കൂടുതലാണ്. അത് തന്നെയാണ് ഈ സ്റ്റിഫ്നെസ്, അല്ലെങ്കിൽ സ്പ്രിങ് കോൺസ്റ്റൻ്റ് എന്ന് പറയും, സ്റ്റിഫ്നെസ് എന്ന് പറയും. ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് K എന്നുള്ള ടേമിലാണ്. വെൻ എ സ്പ്രിങ് ഈസ് കംപ്രസ്ഡ്, ഒരു സ്പ്രിങ്ങിനെ നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ ദ സ്പ്രിങ് ഒപ്പോസസ് ആൻ അപ്ലൈഡ് ഫോഴ്സ് വിച്ച് കംപ്രസസ് ദ സ്പ്രിങ്. ദിസ് ഒപ്പോസിങ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്പ്രിങ്. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് എക്സാമ്പിളിലെ പെൻ്റെ ഉള്ളിലുള്ള സ്പ്രിങ്ങിലും നമ്മുടെ ബൈക്കിൻ്റെ ഉള്ളിലുള്ള സ്പ്രിങ്ങിലും ഏത് സ്പ്രിങ്ങിനാണ് സ്പ്രിങ് ഫോഴ്സ് കൂടുതലുണ്ടാവുക, ദ ഒപ്പോസിങ് ഫോഴ്സ് കൂടുതലുണ്ടാവുക, ബൈക്കിൻ്റെ ഉള്ളിലുള്ള സ്പ്രിങ്ങിന്. ഈ ഒപ്പോസിങ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സ്പ്രിങ് ആണ്. അപ്പോൾ ഒപ്പോസിങ് ഫോഴ്സ്, സ്പ്രിങ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ FS ഈസ് ഈക്വൽ ടു ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ നമ്മൾ മാറ്റിയിട്ട് നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ദാറ്റ് ഈസ് K. ഈ Kനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പ്രിങ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ് എന്ന് പറയുന്നത്. സ്പ്രിങ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റി ഒരു കോൺസ്റ്റൻ്റ് നമ്മൾ അപ്ലൈ ചെയ്യും K.
കെനെയാണ് നമ്മൾ എന്ത് പറയണത്, സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. ഈ സ്റ്റിഫ്നെസ്സിന് ഇക്വേഷൻ എന്ത് വരും, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ്. അതുകൊണ്ട് സ്റ്റിഫ്നെസ്സിൻ്റെ യൂണിറ്റ് എന്താ വരിക, ന്യൂട്ടൺ പെർ മീറ്റർ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, എക്സിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ യൂണിറ്റ് ഓഫ് കെ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും. ഇങ്ങനെ ഒരു 5 പീരിയഡ് ഓഫ് വൈബ്രേഷൻ, സൈക്കിൾ, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞ കുറച്ച് ടേംസ് ആണ് വൈബ്രേഷനിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്ത തിയറി എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഡെഫിനിഷൻ ഒറ്റ പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ 5 മാർക്കിനാണ് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ചു വരാറുള്ളത്. അപ്പോൾ 5 മാർക്കിന് തിയറി ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമ്മൾ മിനിമം 5 പോയിൻ്റ് എഴുതണം. ചില തിയറിക്ക് നമുക്ക് 5 പോയിൻ്റ് മിനിമം എഴുതാൻ പറ്റാത്ത കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫിഗേഴ്സും എക്സാമ്പിൾസും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു 5 പോയിൻ്റ് ആക്കുക, എന്നെങ്കിലേ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടുള്ളൂ. ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പേരിൽ തന്നെ ഉണ്ട്. എന്താ, ഒരു ബോഡിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പോസിബിലിറ്റീസ്. ഇപ്പം നമ്മൾക്കുള്ളൊരു ഫ്രീഡം ഉണ്ടാവും, നമുക്ക് വീട്ടിൽ വരാം, വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോവാം, നമ്മളെ ഫ്രീഡമാണത്. വേറെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കൺസ്ട്രെയിൻസ് ഉണ്ട്. വീട്ടിൽ ചോദിക്കണം, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ പെർമിഷൻ വേണം വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ. അങ്ങനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറയുന്നതും, നമ്മളെ വൈബ്രേഷനിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ കറക്റ്റ് ഡെഫിനിഷനാണ്, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു സ്പെസിഫൈ അല്ലെങ്കിൽ റിക്വയർഡ് ടു ഡിഫൈൻ ദ കോൺഫിഗറേഷൻ ഓഫ് എ സിസ്റ്റം. ഒന്നുകൂടി വായിക്കാം. It is the number of independent spatial coordinates required to specify the configuration of a system. ഇപ്പോൾ അസ്യൂം ചെയ്യുക, നമ്മളെ റൂമാണിത്. നമ്മളെ റൂമിൽ ഇവിടെ ഒരു ഫാന് ഫിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളെ റൂമിൽ ഇവിടെ ഒരു ഫാന് ഫിറ്റ് ചെയ്യണം. നമ്മൾ പൊസിഷൻ കാണിച്ചു കൊടുക്കാനൊന്നും വിളിച്ചിട്ടില്ല. നമ്മൾ ഫാന് ഫിറ്റ് ചെയ്യുന്ന ഒരാളോട് പറഞ്ഞു എൻ്റെ റൂമിൽ ഫാൻ വേണം. ഈ ഫാനിൻ്റെ പൊസിഷൻ നമ്മൾ അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര റീഡിങ് ആവശ്യമുണ്ട്? ഈ വെർട്ടിക്കൽ ചുമരുന്ന് നമ്മൾ ഫാൻ വരെ എത്ര, ഈ ഡിസ്റ്റൻസ് എക്സ് പറഞ്ഞ ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇങ്ങോട്ട് വൈ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, ഈ ഫാന് എത്രത്തോളം ഹൈറ്റിൽ പൊങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡിസ്റ്റൻസ് സെഡ്. 1 2 3 3 വാല്യൂസ് പറഞ്ഞെങ്കിലേ നമുക്ക് ഈ ഒരു ഫാനിൻ്റെ പൊസിഷൻ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഏതൊക്കെ ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു ഡിഫൈൻ ദ കോൺഫിഗ്. ഇപ്പോൾ ഈ ഫാൻ എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ ടു റിക്വയർഡ് ടു ഡിഫൈൻ ദ കോൺഫിഗറേഷൻ ഓഫ് എ സിസ്റ്റം, ഈ ഫാനിൻ്റെ സിസ്റ്റം എവിടെയാണ് ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 3 റീഡിങ്സിൻ്റെ ആവശ്യമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു ഡിഫൈൻ ദ കോൺഫിഗറേഷൻ ഓഫ് എ സിസ്റ്റം. ഇപ്പോൾ അസ്യൂം ചെയ്യുക, ഒരു റിജിഡ് ബോഡി ഇൻ സ്പേസ് ഹാസ് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇപ്പോൾ ഒരു പെൻഡുലം ഇങ്ങനെ തൂക്കിയിരിക്കുക. ഇപ്പോൾ ഫാനിന് ഓസിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാനാണെന്നുണ്ടെങ്കിൽ ഈ ഫാനിന് എന്ത് ചെയ്യുക, എക്സ് ആക്സിസിലെ വൈ ആക്സിസിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യുക. അതായത് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള 3 റെക്റ്റാങ്കുലർ കോർഡിനേറ്റും പിന്നെ ആംഗിൾ തീറ്റ എക്സ് തീറ്റ വൈ തീറ്റ സെഡ് എന്ന് പറഞ്ഞാൽ 3 ആംഗിൾ കോർഡിനേറ്റ്സും കൂട്ടി 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡമാണ് ഉണ്ടാവുക ഒരു സാധാരണ സ്പേസിലുള്ള ഒരു റിജിഡ് ബോഡിക്ക്. അടുത്ത ടേമാണ് കൺസ്ട്രെയിൻസ്. നമുക്കറിയാം നമ്മളെ ഫ്രീഡത്തിൻ്റെ എണ്ണം കുറയുന്നത് എപ്പോഴാണ്? നമുക്ക് കൺസ്ട്രെയിൻസ്, നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുമ്പോഴാണ്. റെസ്ട്രിക്ഷൻസിൻ്റെ വൈബ്രേഷനിലുള്ള ടേമാണ് കൺസ്ട്രെയിൻസ്. എത്രത്തോളം നമുക്ക് കൺസ്ട്രെയിൻസ് വന്നു അതിനനുസരിച്ച് നമ്മളെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടേ വരും. ഓക്കെ, അപ്പോൾ 3 പോയിൻ്റാണ് ഇതിലുള്ളത്. ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു സ്പെസിഫൈ ദ കോൺഫിഗറേഷൻ ഓഫ് എ സിസ്റ്റം. ഒരു സ്പേസിൽ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. കൺസ്ട്രെയിൻസ് കൂടുന്നതിനനുസരിച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറഞ്ഞുകൊണ്ട് വരും. ഇതിന് 2 എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ 3 പോയിൻ്റ് 3 മാർക്കിനുള്ള പോയിൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 5 മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ 2 എക്സാമ്പിളും കൂടി ഇൻക്ലൂഡ് ചെയ്തു. ഫസ്റ്റ് വൺ സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ള ഒരു എക്സാമ്പിളാണ്.
ആദ്യം നമ്മൾ ഈ പെൻഡുലം നോക്കി. പെൻഡുലത്തിന് എങ്ങോട്ട് മൂവ് ചെയ്യാം? പെൻഡുലം ഈ ഒരു പൊസിഷനിൽ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. പെൻഡുലത്തിന് ഇങ്ങനെ മൂവ് ചെയ്യാൻ മാത്രമേ അതിന് ചാൻസ് ഉള്ളൂ. അപ്പോൾ ഈ എം എന്നുള്ള ഈ മാസിൻ്റെ പൊസിഷൻ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വാല്യൂ മാത്രം മതി? ഈ ആംഗിൾ തീറ്റൻ്റെ വാല്യൂ മാത്രം മതി. അതായത് ഇതിൻ്റെ കോൺഫിഗറേഷൻ ഓഫ് എ സിസ്റ്റം സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് ആവശ്യമായ സ്പേഷ്യൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? തീറ്റ മാത്രം മതി. ദാറ്റ് ഈസ് 1 degrees of freedom, that is single degrees of freedom. ഇനി ഈ എക്സാമ്പിൾ എടുക്കാം. ഒരു സ്പ്രിങ് മാസ് മോഡലാണ്. ഈ സ്പ്രിങ്ങിന് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യാനേ ടെൻഡൻസി ഉള്ളൂ. അതായത് ഈ മാസിൻ്റെ കോൺഫിഗറേഷൻ പറയണമെന്നുണ്ടെങ്കിൽ, ഈ മാസിൻ്റെ പൊസിഷൻ എവിടെയെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്തു, എത്രത്തോളം ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്തു എന്നുള്ള ഈ എക്സ് വാല്യൂ മാത്രം മതി. ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ താഴെയാണ് നമ്മളെ മാസിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഒരു 5 സെൻറ്റിമീറ്റർ മാറിയിട്ടേക്കും അടുത്തത് അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ കോൺഫിഗറേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒറ്റ റീഡിങ്ങേ ആവശ്യമുള്ളൂ. അതിനുകൊണ്ട് അതിനെ സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു. ഇനി 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺഫിഗറേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്പേഷ്യൽ കോർഡിനേറ്റ്സ് ആവശ്യമുണ്ട്. ആദ്യം നമ്മൾ ഈ എക്സാമ്പിൾ എടുത്തു, ഫിഗർ ഡി എക്സാമ്പിൾ എടുത്തു. പെൻഡുലം തന്നെയാണ്, ബട്ട് പെൻഡുലത്തിലെ സ്ട്രിങ്ങിന് പകരം നമുക്ക് ഇവിടെ ഒരു സ്പ്രിങ് ആണ്. ഈ മാസിൻ്റെ പൊസിഷൻ പറയണമെങ്കിൽ നമുക്ക് എത്ര റീഡിങ് വേണം? ഈ മാസ് ഇടുമ്പോൾ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്തു. മാസ് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, സ്പ്രിങ് എക്സ്റ്റെൻഡ് ചെയ്യണോണ്ട് ഈ ഡിസ്റ്റൻസ് എക്സ് ആയിരിക്കും. ഈ എക്സും അറിയണം, എത്രത്തോളം ഇത് ഓസിലേറ്റ് ചെയ്തു എന്നറിയാൻ തീറ്റയും വേണം. ഈ തീറ്റൻ്റെ വാല്യൂ, ഈ എക്സിൻ്റെ വാല്യൂ അറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ എമ്മിൻ്റെ പൊസിഷൻ പറയാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതുപോലെ തന്നെ ഫിഗർ സി, 2 സ്പ്രിങ് തൂക്കിയിട്ടുണ്ട്. ഈ M2ൻ്റെ പൊസിഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു X1 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും, ഇവിടെ X2 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും. ഈ 2 ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞെങ്കിൽ മാത്രമേ M2ൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറിയാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് M2ൻ്റെ പൊസിഷൻ, കോൺഫിഗറേഷൻ ഓഫ് എ സിസ്റ്റം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദെർഫോർ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് 2. ഓക്കെ, ഈ 4 ഫിഗറുകളും ഈ 3 പോയിൻറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഡെഫിനിഷൻ എഴുതാൻ. അടുത്ത തിയറി എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ഓക്കെ, എല്ലാ തിയറീസും നമ്മൾ ഒരുമിച്ച് പറയുകയാണെങ്കിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, ഡോണ്ട് വറി. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് തിയറിയാണ്. ഈ തിയറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ പീരിയോഡിക് മോഷനാണ്. ഇപ്പോൾ എല്ലാ പീരിയോഡിക് മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനാണോ? അല്ല. ഇതിപ്പോൾ ഈ ഒരു ഫുൾ സർക്കിൾ എന്ന് പറയുന്നത് പീരിയോഡിക് മോഷനാണ് എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ എന്ത്, പുറത്തേക്ക് പോയിട്ടില്ല, സോറി, കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ എന്ത്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതായത് എല്ലാ സിമ്പിൾ ഹാർമോണിക് മോഷനും എന്താണ്, പീരിയോഡിക് മോഷനാണ്. ബട്ട് എല്ലാ പീരിയോഡിക് മോഷനും എന്തല്ല, സിമ്പിൾ ഹാർമോണിക് മോഷനല്ല. 2 കണ്ടീഷൻസ്, കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പീരിയോഡിക് മോഷനെ മാത്രമേ നമ്മൾ എന്ത് വിളിക്കുള്ളൂ, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുള്ളൂ. ഓക്കെ, ദർ ആർ 2 കണ്ടീഷൻ വിച്ച് സാറ്റിസ്ഫൈസ് ദ പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷനിലെ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മോഷനെ മാത്രമേ നമ്മൾ എന്ത് വിളിക്കുള്ളൂ, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുള്ളൂ. നോക്കിക്കോ, ഇറ്റ് ഈസ് എ പീരിയോഡിക് മോഷൻ. എനി മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ആഫ്റ്റർ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. ഈക്വൽ ഇൻ്റർവെല്ലിൻ്റെ ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാ മോഷനെയും നമുക്ക് എന്ത് വിളിക്കുക, പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുക. ബട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ അതിനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ 2 കണ്ടീഷൻസ്. ദാറ്റ് ഈസ് ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. പഠിക്കാൻ ഈസിക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഓഫ് ദ ബോഡി പെർഫോമിംഗ് ദ പീരിയോഡിക് മോഷൻ ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ബോഡി ഫ്രം ദ മീൻ പൊസിഷൻ. രണ്ടാമത്തേത് ആക്സിലറേഷൻ ഓഫ് ദ ബോഡി ഷുഡ് ബി ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ മീൻ പൊസിഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ബൈ ഹാർട്ട് പഠിക്കുന്നതിന് മുന്നേ നമ്മളതൊന്ന് മനസ്സിലാക്കുക എന്താണ് ഈ 2 പ്രോപ്പർട്ടി. അസ്യൂം ചെയ്യുക ഒരു പെൻഡുലം സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പെൻഡുലുണ്ട്, ഇത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പ്രോപ്പർട്ടിയും പറയുന്നത്, അതായത് ഈ 2 കണ്ടീഷനും ആക്സിലറേഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചും
രണ്ടാമത്തെ പ്രോപ്പർട്ടി ആക്സിലറേറ്ററിൻ്റെ ഡയറക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വെലോസിറ്റി ഒന്നല്ല എടുക്കുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആക്സിലറേഷൻ്റെ പ്രോപ്പർട്ടി, ആക്സിലറേഷൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് അത് സിമ്പിൾ ഹാർമോണിക് ആണോ വെറും പീരിയോഡിക് മോഷൻ ആണോ എന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂവിനെ കുറിച്ച് പറയുന്നതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ശ്രദ്ധിക്കാം, ആക്സിലറേഷൻ ഓഫ് ദ ബോഡി പെർഫോമിംഗ് ദ പീരിയോഡിക് മോഷൻ ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ബോഡി ഫ്രം മീൻ പൊസിഷൻ. അതായത് ഇപ്പം നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നൊരു പെൻഡുലത്തിലെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ എത്തി വിചാരിക്കുക. ഈ പൊസിഷനിൽ M2 എന്ന് പറഞ്ഞ ഈ മാസിൻ്റെ ഈ പൊസിഷനിൽ ഇതിൻ്റെ ആക്സിലറേഷൻ, ഈ ടൈമിൽ ഇതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മീൻ പൊസിഷനും ഈ ബോഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണലാണ്. It is proportional to the distance between the point and the mean position. Acceleration of the body proportional to the distance of the body from mean position. ഓക്കെ, രണ്ടാമത്തേത് ആക്സിലറേഷൻ്റെ ഡയറക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഷുഡ് ബി ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ മീൻ പൊസിഷൻ. ഈ പോയിന്റിൽ ഇതിൻ്റെ ഡയറക്ഷൻ ഷുഡ് ബി ടുവാർഡ്സ് ദ മീൻ പൊസിഷൻ. എപ്പോഴും ഡയറക്ഷൻ, ഇപ്പോൾ ഇവിടെയുള്ള ഇതിൻ്റെ ആക്സിലറേഷൻ ഷുഡ് ബി ടുവാർഡ്സ് ദ മീൻ പൊസിഷൻ. ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ, മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ പെൻഡുലത്തിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ഇതിൻ്റെ സെൻറ്ററിലാണ്. മീൻ പൊസിഷൻ ഓർ ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പീരിയോഡിക് മോഷനെയും നമുക്ക് എന്ത് വിളിക്കാം, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ 3 പോയിൻ്റേ ആയിട്ടുള്ളൂ. നമുക്ക് എക്സാമ്പിൾ വേണം, എക്സാമ്പിളും കൂടി ഇൻക്ലൂഡ് ചെയ്തെങ്കിലേ നമുക്ക് 5 മാർക്ക് കിട്ടുള്ളൂ. അതിനുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഇതിൽ വലിയൊരു എക്സ്പ്ലനേഷൻ ആണുള്ളത്, അപ്പോൾ നമ്മൾ ചെറുതാക്കി പഠിക്കുക. കൺസിഡർ എ പാർട്ടിക്കിൾ പി എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ ഈ ഒരു സർക്കിളിൽ ഇങ്ങനെ റൗണ്ടിൽ മൂവ് ചെയ്യാണ്. ഒമേഗയാണ് അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ACBD എന്ന് പറഞ്ഞാൽ ഇത് റൗണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് എ പർട്ടിക്കുലർ ടൈം ടി എന്ന് പറഞ്ഞൊരു ടൈമിൽ പീൻ്റെ പൊസിഷൻ ഇവിടെയായിരുന്നു. T2 എന്ന് പറയുമ്പോൾ ഇവിടെ എത്തി, T3 ഒക്കെ വരുന്നുണ്ട്. പീൻ്റെ പൊസിഷൻ ഇവിടെയാണ്. ഈ പീൻ്റെ പൊസിഷൻ, ഈ പി എന്ന് പറഞ്ഞ പൊസിഷനെ നമ്മൾ എന്ത് ചെയ്തു, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ ഡയമീറ്ററിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഹൊറിസോണ്ടൽ പ്രൊജക്ഷനും ഉണ്ടാവും, വെർട്ടിക്കൽ പ്രൊജക്ഷനും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പി എന്നുള്ള പോയിന്റിനെ ഹൊറിസോണ്ടൽ ഡയമീറ്ററിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഈ പോയിന്റിനെ നമ്മൾ M എന്ന് വിളിച്ചു. അടുത്തത് പി ട്രാവൽ ചെയ്ത് ഇവിടെത്തി. ഈ പീനെ നമ്മൾ ഹൊറിസോണ്ടലിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എമ്മിൻ്റെ പൊസിഷൻ രണ്ടാമത് ഇവിടെത്തി. പിന്നെ P2 എന്ന് പറഞ്ഞ പൊസിഷൻ ഇവിടെത്തി, അതിൻ്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഇവിടെത്തി M2. പിന്നെ പി ഇങ്ങനെ റൗണ്ടിൽ കറങ്ങി ഇവിടെത്തി, അതിൻ്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ M3. പിന്നെ പി ഇവിടെത്തി, അതിൻ്റെ ഹൊറിസോണ്ടൽ, അതായത് ഈ പി ഇങ്ങനെ സർക്കിളിൽ റൗണ്ടിൽ കറങ്ങുന്നതിനനുസരിച്ച് പീൻ്റെ ഹൊറിസോണ്ടൽ പൊസിഷൻ എന്ന് ബിയിലേക്കും ബിന്ന് എയിലേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഈ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു എക്സാമ്പിളാണ്. അടുത്തത് പീൻ്റെ വെർട്ടിക്കൽ പ്രൊജക്ഷനാണ്. പി ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ ഡയമീറ്ററിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു. പി ഇവിടെ ആയിരിക്കുമ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഇവിടെ. പീൻ്റെ പൊസിഷൻ ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ പൊസിഷൻ ഇവിടെ. പി ഇവിടെ എത്തുമ്പോൾ ഇവിടെ, പീൻ്റെ പൊസിഷൻ ഇവിടെ എത്തുമ്പോൾ വെർട്ടിക്കൽ ഇവിടെ. അതായത് പി ഇങ്ങനെ സർക്കിളിൽ കറങ്ങുമ്പോൾ പീൻ്റെ വെർട്ടിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഇവിടെ എത്തി തിരിച്ച് താഴേക്ക് പോയി തിരിച്ച് ഇവിടെ എത്തും. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു മോഷൻ എന്ന് പറയുന്നത് എന്താണ്, പീരിയോഡിക് മോഷൻ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ എഴുതുക, കൺസിഡർ എ പാർട്ടി, ഈ ഒരു ഫിഗറും വരയ്ക്കുക. എന്നിട്ട് എഴുതുക, കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, ദെൻ ദ പ്രൊജക്ഷൻ ഓഫ് പാർട്ടിക്കിൾ ഓൺ ദ ഹൊറിസോണ്ടൽ ഡയമീറ്റർ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ABCD ഒമേഗ T ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈ ഫിഗറും വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഓൺ ദ ഹൊറിസോണ്ടൽ ഡയമീറ്റർ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമിലർലി
പ്രൊജക്ഷൻ ഓഫ് പാർട്ടിക്കിൾ ഓൺ ദ വെർട്ടിക്കൽ ഡയമീറ്റർ ഓൾസോ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ള ഈ 2 കണ്ടീഷൻ എഴുതിയാൽ ഇതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ തിയറി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിട്ട് കാണാൻ 5 പോയിൻ്റ് മിനിമം 5 പോയിൻ്റ് നമ്മൾ തിയറി ക്വസ്റ്റ്യനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, താങ്ക് യു.